ഞാൻ റോസ്റ്റ് ചെയ്യുന്നല്ല, ഞാൻ ഇപ്പൊ കഴിഞ്ഞ സിനിമ അഭിനയിച്ചു. അവളോട് ഉടല് ചെയ്തു, ലവ് ആക്ഷൻ ചെയ്തു, അയ്യർ കണ്ട ദുബായ് എന്ന് പറഞ്ഞ പോലെ കുട്ടിവാമ ചെയ്തു. അപ്പൊ ഈ നാലാമത്തെ സിനിമ, അപ്പൊ എനിക്ക് പോകുന്ന സമയത്തൊക്കെ എന്ന് വെച്ചാൽ ഉടലിലാണെങ്കിലും എനിക്ക് കഥയുടെ ഒരു ഐഡിയ ഉള്ളൂ. ഞാൻ കുറെ സിനിമകൾ ചെയ്തിട്ട് അവിടെ നിന്ന് തിരിച്ചു വരുമ്പോഴേക്കും എനിക്ക് പലപ്പോഴും ഇത് ഏതാ സിനിമ, ഇത് ഏതാ കൺഫ്യൂഷൻ വരും. അപ്പോൾ ഉടലെത്തിയപ്പോഴും ഇവളെന്നോട് പറഞ്ഞു, അവള് ദുർഗനോട് പറഞ്ഞു, ധ്യാൻ ചേട്ടാ ഇത് ഈ സീനാണ്, ഇതാണ്, ഇത് ഇങ്ങനെ ചെയ്ത് ഇതാണ് ചെയ്യണം. ഞാൻ ഓക്കെ ഓക്കെ. അപ്പം ഞാൻ ലാസ്റ്റ് സിനിമ ചെയ്തു, ഞങ്ങൾ ഒരുമിച്ച് ഇപ്പോൾ ചെയ്ത സിനിമ. ആ സിനിമ വന്നപ്പോഴേക്ക് ഇതേപോലെ ഫ്ലൈറ്റിലെത്തുന്നു. അപ്പം എനിക്ക് കഥയുടെ ഒരു ഐഡിയ ഉണ്ട് എന്താ സംഭവം. ആ യാത്ര അപ്പോൾ ഒരുമിച്ച് ഞങ്ങൾ ദുബായിലോട്ട് പോവാം. ആ യാത്രയിലാണ് അവളാണ് എൻ്റെ അടുത്ത് ഈ പരിപാടി, ധ്യാൻ ചേട്ടാ ഇതാണ് പരിപാടി, ഇതിങ്ങനെ ചെയ്തോണം, ഇതിങ്ങനെ എങ്ങനെയാണ്. അപ്പം ഞാനിങ്ങനെ കിടന്ന് ചേട്ടൻ്റെ പേര് ഇതാണ്. കാരണം പല പടത്തിൽ എന്നെ വിളിക്കുന്ന സമയത്ത് ഇപ്പൊ കിരൺ എന്ന് വിളിക്കുമ്പോൾ ചിലപ്പോൾ എൻ്റെ പേര് കിരൺ ആയിരിക്കും. ഏത് കിരൺ? ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ കിരൺ, ഓ ഞാനാണോ കിരൺ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പലപ്പോഴും അവിടെ പോകുന്നത്. അത് ഞാൻ ഒരേ മുഖത്തിൽ അഭിനയിക്കുന്ന സമയത്തും എൻ്റെ പേര് സക്രിയ പോത്തല്ല. ഇതിന് ശേഷം ഈ പേരുകളൊക്കെ നല്ല ഓർമ്മയുണ്ടല്ലോ ഇപ്പൊ. അതെ, പിന്നെ 40ഓളം ദിവസം അഭിനയിക്കുന്ന സമയത്ത് നമുക്ക് പിന്നെ ഓർമ്മ വരുമല്ലോ. ആ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പറയണേ. അപ്പോൾ ഞാൻ ഈ പ്രൊഡ്യൂസർ, എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ഉണ്ട് നമ്മുടെ ആ പടത്തിന്റെ, പുള്ളി അതിൽ അഭിനയിക്കുന്നുണ്ട്. പുള്ളിയാണെങ്കിൽ അന്ന് വില്ലൻ വേഷം ചെയ്യാന്നുള്ള രീതിയിൽ ഓപ്പോസിറ്റാ. അപ്പോൾ ഫസ്റ്റ് എടുക്കുന്ന ഫൈറ്റിൽ ഞാൻ പുള്ളിനെ ഒരു ബാറ്റ് വെച്ചിട്ട് നല്ല അടിക്കുക. ഞാനിങ്ങനെ അടിക്കുന്നു, 4 അടിയായി. അപ്പൊ ബാക്കിൽ നിന്ന് എന്റെ ടീച്ചറായിട്ട് അഭിനയിക്കുന്ന അഭിരാമി ചേച്ചി വന്നിട്ട് സക്കറിയ പോത്തെ നിർത്തൂ എന്ന് പറയുന്നുണ്ട്. ഞാൻ അടിക്കുന്ന ബാക്കിൽ നിന്ന് സക്കറിയ പോത്തെ നിർത്തൂ. ഏത് സക്കറിയ പോത്തെ? എനിക്കറിയില്ല സക്കറിയ പോത്തൻ ആരാന്ന്. ഞാൻ അവസാനം അടിച്ച് ബാറ്റ് പൊട്ടിയപ്പോ ഞാൻ എന്നിട്ട് ഇതെന്താ ഇവൻ നിർത്താത്തെന്നുള്ളത് ഞാൻ നോക്കുന്നത്. അപ്പൊ ഇവരവിടെ നിന്ന് അലറുക, സക്കറിയ പോത്തെ നിർത്തുക. അവസാനം എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറാ, കൈയൊക്കെ വീങ്ങി. ലാസ്റ്റ് പുള്ളി പറഞ്ഞു ഒന്ന് നിർത്തൂ. ആ പ്രശ്നമുണ്ട്. അപ്പൊ എന്നെ പല ഘട്ടങ്ങളിലും പല സിനിമകളിലും പോകുന്ന സമയത്ത് എന്നെ സഹായിച്ചിട്ടുള്ള. അപ്പൊ എനിക്ക് ഒരിക്കലും അവളെ റോസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇപ്പൊ ലാസ്റ്റ് ചെയ്ത സിനിമയിൽ പോലും എന്നെ പല ഘട്ടങ്ങളിലും ചേട്ടൻ രാഹുൽ ചേട്ടനാണിത്, രാഹുൽ മറ്റേത് കിരൺ, ഓക്കെ. ആ രീതിയിൽ എനിക്ക് വളരെയധികം, അവള് ഭയങ്കര സിനിമയോട് ഭയങ്കര ഇൻവോൾവ് ചെയ്ത് ആ സിനിമയോട് ഭയങ്കര കമ്മിറ്റഡ് ആയി നിൽക്കുന്ന ഒരാളായതുകൊണ്ടും എന്നെ പല ഘട്ടങ്ങൾ എന്നെ സഹായിച്ചത് കൊണ്ടും എനിക്ക് അവളെ റോസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യമല്ല. തീർച്ചയായിട്ടും മനസ്സിലാക്കാവുന്ന കാര്യമാണ്. അടുത്ത ആള് വരട്ടെ. കഥകളുണ്ട്. ഏറ്റവും നല്ല കഥ പറഞ്ഞു. ചില ദിവസങ്ങളൊക്കെ വരുന്ന സമയത്ത് ഭയങ്കര, കാരണം ഇവരൊക്കെ വലിയ സ്റ്റാർസ് ആണ്.